അപ്പോൾ ഗൈസ് കാട്ടാളൻ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് കാട്ടാളൻ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് റിയാക്ഷൻ ചെയ്താലോ? അടിപൊളി ട്രെയിലർ ആയിരിക്കും. കൂപ്സ് എൻ്റർടൈൻമെൻറ്റ് നടത്തുന്നതല്ലേ, നമുക്കൊന്ന് റിയാക്ഷൻ നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കാട്ടാളൻ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്, അതിൻ്റെ റിയാക്ഷൻ വീഡിയോയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ആൻ്റണി പെപ്പെ, നമ്മളെ ഹനാൻ ഷാ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം. അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കണം. ടീസറിൽ നമ്മൾ കണ്ട് ചെറിയൊരു റോള് ഹനാൻ ഷാരെ. അപ്പോൾ നമുക്ക് ഇത് ട്രെയിലറിൽ ഇനിയിപ്പോൾ അടിപൊളി സാധനം കിട്ടുമോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് നോക്കാം. ടീസർ പൊളിച്ചായിരുന്നു. ആനയുടെ ഒരു ആ സീനും കാര്യങ്ങളും എല്ലാം ഒരു രക്ഷയില്ല. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എല്ലാം പൊളിച്ചതാണ് അവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി ട്രെയിലർ തന്നെ ആയിരിക്കാം. വിഷുവായിട്ട് ഇറക്കി വിട്ടതല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇത് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, ഷെരീഫ് മുഹമ്മദാണ് ഇതിൻ്റെ ഇത്. അതുകൊണ്ട് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ആണ് പ്രൊഡ്യൂസർ, ഷെരീഫ് മുഹമ്മദ്. പിന്നെ രവി ബസൂറാണ് മ്യൂസിക്. പിന്നെ എല്ലാവരും ഉണ്ട്. കാബദുഹാൻ സിംഗ്, ഹനാൻ ഷാ, ജഗദീഷ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. പോൾ ജോർജാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റിയാക്ഷൻ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് നോക്കാം. എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട്, എങ്ങനെയായിരിക്കും നമുക്കൊന്നറിയാം. ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ചിലുള്ള കൊമ്പുകളാണ്. കൊമ്പൊന്നിന് 3.5 കോടി വരും. കൊമ്പ്, ആനയുടെ കൊമ്പ്. ആനയുടെ ഗ്രാഫിക്സ് ഒക്കെ പൊളി. നമ്മളെ സുനിലുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകൾ പ്രൊഡ്യൂസർ ഓഫ് മാർക്കോ. ഓനെ വേണ്ടിയുള്ള ഒരു മകന്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? അപ്പൻ ആഗ്രഹിച്ചതെന്തോ ഒരു രക്ഷയില്ല കേട്ടാ. ഒരാൾ ഇറുക്കുമതി. ഓനെ പെപ്പെ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടാ. ഓടിയല്ല, ഒരു രക്ഷയില്ല കേട്ടാ. മിക്കവാറും പൊളിക്കും. ലുക്ക് ഒരു രക്ഷയില്ല കേട്ടാ പെപ്പേര. മ്യൂസിക് പൊളിച്ചു കേട്ടോ. രവി ബസൂർ ബീജം ഒരു രക്ഷയില്ല, തകർത്ത്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല മോനെ. ഇത് ബ്ലാസ്റ്റ് ആവും. മോനെ പോൾ ജോർജ്, ഷെരീഫ് മുഹമ്മദ്, നെയ് മോനെ. മോനെ ഒരു രക്ഷയില്ല കേട്ടോ. BGM ഒക്കെ തകർത്തിട്ടുണ്ട്. സിനിമ എപ്പോൾ റിലീസാണെന്ന് മാത്രം അവർ ഇപ്പോഴും വിട്ടിട്ടില്ല. അവർ ഇടയ്ക്ക് വിട്ടായിരുന്നു, നമുക്കറിയാം. മറ്റേ പേരെന്തായിരുന്നു, മെയ് 14 അവർ റിലീസിന് ഇറക്കും എന്ന് പറഞ്ഞൊരു പോസ്റ്റർ വിട്ട്. അതിനുശേഷം ഇപ്പോൾ എന്തോ പ്രശ്നം കാരണം മെയ് 28 എന്നൊക്കെ കേൾക്കുന്നു. ഇതുവരെ കൺഫർമേഷൻ വന്നില്ല. അവർ തന്നെ അത് പുറത്തു വിട്ടില്ല. പക്ഷെ മെയ്ന്ന് കാണിച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് മെയ് 28 ആവാം. അതിൻ്റെ ഇനിയിപ്പോൾ ഒഫീഷ്യൽ അവർ വിടുമായിരിക്കും. ഇതിലെന്തായാലും കാണിച്ചിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ തന്നെ, ഒന്നും പറയാനില്ല. ഔട്ട്സ്റ്റാൻഡിങ് ട്രെയിലർ. ഹനാൻ ഷാനെ 2-3 സീൻ കാണിച്ചിട്ടുണ്ട്. ഒന്ന് സിഗരറ്റ് വലിക്കുന്നതും പിന്നെ ഒരു വെടിവെക്കുന്ന സീനും. ഒരു രക്ഷയില്ല, തകർത്ത്. ആനയുടെ കൊമ്പിനെ പറ്റിയും കാര്യങ്ങളും ഒരു വെറൈറ്റി ഒരു സാധനം തന്നെ ആയിരിക്കും. നമുക്കറിയാലോ, മാർക്കോരെ പ്രൊഡ്യൂസേഴ്സ് അല്ലേ. വയലൻസ് നല്ല ഉണ്ടെന്ന് തോന്നുന്നു. ഒരു നല്ല വയലൻസ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല വയലൻസ് തന്നെ ഉണ്ട്. പിന്നെ എല്ലാം കൊണ്ടും DOP ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും കളർ ഗ്രേഡിങ് ആയാലും എല്ലാം, VFX ആയാലും എല്ലാം പൊളിച്ചിട്ടുണ്ട് അവർ. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ്. നല്ല സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളൊക്കെയാണ്.
കണ്ടിട്ട് തോന്നുന്നത്. ഇത് മിക്കവാറും കത്താനുള്ള സാധനമുണ്ട്. മാർക്കോയെ പോലെ തന്നെ ഇതും വിജയിക്കാനുള്ള നല്ല സാധ്യത ഉണ്ട്. എനിക്ക് തോന്നുന്നു അടുത്തൊരു അടിപൊളി സിനിമ തന്നെ കാണാം, വയലൻസിൽ, മലയാളത്തിൽ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവരെ പടമെന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും നല്ല ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പടങ്ങളാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ വയലൻസ് നല്ല രീതിയിലുണ്ട്. പിന്നെ ഇങ്ങനത്തെ എല്ലാ ആൾക്കാരും ഇതിലുണ്ട്, അറിയാവുന്ന കുറേ ആൾക്കാരുകളുണ്ട്. മാർക്കോല, മിക്ക, സിദ്ദീഖ്, ജഗദീഷ് കാര്യങ്ങളെല്ലാം ഈ പടത്തിലുണ്ട്. പിന്നെ BGM തകർത്തിട്ടുണ്ട് രവി ബസൂർ, ഒരു രക്ഷയില്ല. ആ ട്രാക്ക് നല്ല രസമുണ്ട്. ഇതിൽ കൂടെ തന്നെ ട്രെയിലർ കട്ടിൽ തന്നെ അടിപൊളി. അപ്പോൾ നേരിട്ട് കേൾക്കുമ്പോൾ അതിനേക്കാട്ടി രസമായിരിക്കും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും നല്ലൊരു ട്രെയിലർ. ഇനി നമുക്ക് സിനിമയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം. സിനിമ എപ്പോൾ ഇറങ്ങണം എന്നൊക്കെ ഇനിയിപ്പോൾ അറിയുമായിരിക്കും. എന്നാലും സിനിമയുടെ റിവ്യൂ ആയിട്ട് വരാം ഇനി. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. പിന്നെ നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.